ആലങ്ങാട് വിവാദ ഭൂമിയെ ചൊല്ലി സംഘർഷാവസ്ഥ. ആലങ്ങാട് ചന്തയുടെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയാണ് പഞ്ചായത്തും പള്ളിയും തമ്മിൽ ഏറ്റുമുട്ടിയത്. ഒടുവിൽ പോലീസിന്റെ മധ്യസ്ഥതയിൽ തർക്കത്തിന് താൽക്കാലിക പരിഹാരമായി. സെന്റ് മേരീസ് പള്ളിയോട് ചേർന്നിട്ടുള്ള വിവാദ ഭൂമി വൃത്തിയാക്കുന്നതിനെ ചൊല്ലി വീണ്ടും തർക്കം. സംഘർഷാവസ്ഥ ഉടലെടുത്തതോടെ പോലീസിന്റെ മധ്യസ്ഥതയിൽ താൽക്കാലിക പരിഹാരം കണ്ടു. പള്ളിയോട് ചേർന്ന് കിടക്കുന്ന ആലങ്ങാട് ചന്തയുടെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലി കാലങ്ങളായി പഞ്ചായത്തും പള്ളിയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നുണ്ട്. ഇതിനിടെയാണ് ഉടമസ്ഥാവകാശം ഉന്നയിച്ച് സെന്റ് മേരീസ് പള്ളി അധികാരികൾ കോടതിയിൽ സമർപ്പിച്ചിരുന്ന ഹർജി കഴിഞ്ഞ ദിവസം തള്ളിയത്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാനും പള്ളി അധികൃതർക്ക് കഴിഞ്ഞില്ലെന്ന് കാണിച്ചാണ് ഹർജി കോടതി തള്ളിയത്. തുടർന്ന് വിവാദ ഭൂമി വൃത്തിയാക്കാനായി പഞ്ചായത്ത് അധികൃതർ എത്തിയതോടെ വിശ്വാസികളും പള്ളിയുമായി ബന്ധപ്പെട്ടവരും ചേർന്ന് തടഞ്ഞു. പ്രദേശത്ത് മണിക്കൂറുകളോളം സംഘർഷാവസ്ഥ നിലനിന്നു. ആലങ്ങാട്, ആലുവ, ബിനാനിപുരം സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസും സ്പെഷ്യൽ സ്ക്വാഡും സ്ഥലത്തെത്തിയാണ് സംഘർഷാവസ്ഥ തടഞ്ഞത്. പിന്നീട് പോലീസിന്റെ മധ്യസ്ഥതയിൽ ഇരുവിഭാഗങ്ങളുമായി ചർച്ച നടത്തുകയും ആലങ്ങാട് പോലീസിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റു പ്രവർത്തനങ്ങൾ നടത്താമെന്നും തീരുമാനമായി. മുൻസിഫ് കോടതി വിധി സാങ്കേതികം മാത്രമാണെന്ന് പള്ളി അധികാരികൾ പറഞ്ഞു. വാദിയായ പള്ളി വികാരി രോഗാവസ്ഥയിലായതിനാൽ ഹാജരാകാതെ ഇരുന്നതിനാലാണ് ഹർജി തള്ളിയത്. കേസ് വീണ്ടും എടുക്കുന്നതിന് കോടതി നിർദ്ദേശിച്ച പ്രകാരം ഫയൽ ചെയ്തിട്ടുണ്ടെന്നും പള്ളി സെക്രട്ടറി അറിയിച്ചു. നമ്മുടെ പറവൂര് മുനിസിപ്പൽ കോടതിയിലുള്ള കേസ്, പള്ളിയുടെ കേസ്, അച്ഛൻ ഒരു 2 ആഴ്ചയായിട്ട് അദ്ദേഹത്തിന്റെ സർജറിയുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ്. ഇന്നലെയാണ് അദ്ദേഹം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലേക്ക് പോയത്. തീരെ അവശനാണ്. അദ്ദേഹത്തിന്റെ വിസ്താരമായിരുന്നു മിനിയാന്ന്, അതായത് തിങ്കളാഴ്ച 16-ാം തീയതി നടക്കേണ്ടത്. അദ്ദേഹത്തിന് അവിടെ എത്താൻ പറ്റില്ല എന്നുള്ള കാര്യം നമ്മൾ രേഖാമൂലം മുനിസിപ്പൽ കോർട്ടിൽ കൊടുക്കുകയും, പക്ഷേ ഹൈക്കോടതിയുടെ പ്രത്യേക നിർദ്ദേശമുണ്ട്. നമ്മൾ ഹൈക്കോടതിയുടെ പ്രത്യേക അനുവാദം വാങ്ങിച്ചിട്ടാണ് ഈ കേസ് നമ്മൾ പറവൂര് റീസ്റ്റോർ ചെയ്തത്. അപ്പോൾ ആ ഹൈക്കോടതി 6 മാസത്തെ ടൈം ലിമിറ്റ് കീഴ്ക്കോടതിക്ക് നിർദ്ദേശം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഇങ്ങനെ നമ്മൾ ചെല്ലാതിരുന്നാൽ, അല്ലെങ്കിൽ നമ്മൾ ആശ്രമമായിട്ട് ചെല്ലാതിരുന്നാൽ നമ്മുടെ ആ ടൈം ലിമിറ്റിനുള്ളിൽ ഈ കേസിനൊരു വിധി ഉണ്ടാവാനായിട്ട് സാധിക്കില്ല എന്ന് ഉറപ്പായതിന്റെ പേരിലാണ്. എന്നാൽ പഞ്ചായത്തിനും നമുക്കും ഒരു ബോർഡിൽ ഇറക്കാത്ത രീതിയിലുള്ള ഒരു ചെറിയ തള്ളൽ, ആ വിധി പ്രസ്താവം നടത്തുന്നതിന് മുമ്പ് തന്നെ മുനിസിപ്പൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് നാളെ തന്നെ റീസ്റ്റോർ ചെയ്യാനുള്ള സംവിധാനം ഞാൻ ചെയ്തു തരാം. ഇത് എനിക്ക് ഇതിൽ നിന്നും ഈ ടൈം ലിമിറ്റിന്റെ ബൗണ്ടിൽ നിന്നും ഒന്ന് ഒഴിഞ്ഞു മാറി പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അതുകൊണ്ട് നാളെ തന്നെ നിങ്ങൾ അതിന്റെ റീസ്റ്റോർ ചെയ്യാനുള്ള പെറ്റീഷൻ ഫയൽ ചെയ്തു. അതിനുള്ള എല്ലാ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തരാമെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആ കേസ് തള്ളിയത്. ആ കേസിനകത്ത് വേറെ ഒന്നും പ്രതിപാദിക്കുന്നില്ല. എനിക്ക് ആലങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റും അതിന്റെ ഭരണാധികാരികളും കൂടി ഈ പള്ളിയുടെ ഈ പ്രദേശത്ത് കയറി മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാൻ വന്നതുകൊണ്ടാണ് ഞങ്ങളിന്ന് അത് തടുക്കേണ്ടി വന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ മാന്യമായി അത് ചർച്ച നടത്തി രമ്യമായി പരിഹരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ആളെ കൂട്ടാതെ 10-50 പേര് മാത്രം ഇവിടെ കൂടിയത്. അല്ലെങ്കിൽ ഞങ്ങൾ ഈ ഇടവകയിലുള്ള മുഴുവൻ ജനങ്ങളും ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായിട്ട് ഇതിനുവേണ്ടി പോരാടുന്നവരാണ്. കഴിഞ്ഞ 10-20 വർഷക്കാലമായി ഇതുമായി ബന്ധപ്പെട്ട് കോടതികളിൽ കേസും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അവസാന ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു ഇത് വന്നത്. അത് ഇപ്പം നമുക്ക് റീസ്റ്റോർ ചെയ്തതുകൊണ്ട് അടുത്ത മാസം അതിൻ്റെ കേസുകൾ വാദം കേൾക്കും. 3-4 മാസത്തിനുള്ളിൽ പള്ളി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ സ്ഥലം പള്ളിയുടെയാണ് എന്ന് ഡിക്ലെയർ ചെയ്യുവാൻ വേണ്ടി മാത്രമാണ്. അത് പള്ളിക്ക് ആധാരമുണ്ട്. പള്ളിയുടെ കൈവശം 15 വർഷം മുമ്പ് വരെ കരമടച്ച രസീതുണ്ട്. ഈ കഴിഞ്ഞ 15 വർഷത്തിന് മുമ്പ് ഇത് റദ്ദ് ചെയ്തതിനെ സംബന്ധിച്ചാണ് ലാൻഡ് റവന്യൂ കമ്മീഷണർക്കും അതുപോലെ കോടതിയിലുമെല്ലാം നമ്മൾ ഇതിനെക്കുറിച്ച് കേസ് കൊടുക്കും. ആലങ്ങാട് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തോട് ചേർന്നുള്ള വസ്തുവിലാണ് ആലങ്ങാട് സെന്റ് മേരീസ് പള്ളി ഉടമസ്ഥാവകാശം ഉന്നയിച്ചിരിക്കുന്നതും. ഇത് പള്ളിയുടെ പേരിൽ ചില തൽപര കക്ഷികൾ നടത്തുന്ന പ്രവർത്തനമാണെന്നും ആലങ്ങാട് പ്രദേശത്തെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിനും രാഷ്ട്രീയ ലാഭം നേടിയെടുക്കുന്നതിനുമായി നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ ഒറ്റക്കെട്ടായി എതിർക്കുമെന്നും ആലങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് PM മനാഫ് വ്യക്തമാക്കി. പിന്നെ പഞ്ചായത്ത് പലവട്ടങ്ങളിലായി കേസും മറ്റു സംഗതികളും ഉണ്ടായതാണ്. ഹൈക്കോടതി അടക്കം എല്ലാം തള്ളിയതാണ്. അവസാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കീഴ്ക്കോടതിയിൽ കുറേയേറെ കടലാസുകളും രേഖകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് ഹാജരാക്കാനും അത് കോടതിയെ ബോധ്യപ്പെടുത്താനും ഞങ്ങൾക്കൊരു അവസരവും കൂടി തരണമെന്ന് അവർ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു. ഹൈക്കോടതി അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ ഇതിന് തീർപ്പുണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഈ പറവൂർ മുനിസിപ്പൽ കോടതിയോട് കേൾക്കാൻ പറഞ്ഞു. പറവൂർ മുനിസിപ്പൽ കോർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പ്രാവശ്യം ഈ കേസ് വിളിച്ചു. ഈ കേസ് വിളിക്കുമ്പോൾ ബന്ധപ്പെട്ട വാദിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള വക്കീലോ ഈ കേസിൽ ഹാജരാവാൻ തയ്യാറായില്ല. ഒരു തെളിവും അവർ ഹാജരാക്കിയില്ല. അവസാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് ഡിസ്മിസ് ചെയ്ത് കളയണത്.
ഇപ്പോൾ ആലങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഈ 52 സെന്റ് ഭൂമിയിൽ ഒരു കോടതിയിലും ഒരു കേസും നിലവിലില്ല. അതുകൊണ്ട് തന്നെ ഈ പഞ്ചായത്തിന്റെ ഉടമസ്ഥയിലുള്ള ഈ മാർക്കറ്റ് ക്ലീൻ ചെയ്യണമെന്നുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പറവൂർ. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.